കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലുള്ള ഒരു മുക്കുവന് മത്സ്യബന്ധനത്തിനിടെ അത് ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം. തൃപ്രയാർ അപ്പനെന്നും തൃപ്രയാർ തേവരെന്നും അറിയപ്പെടുന്ന ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റ് ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർഭുജ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിൽ ഒന്നിൽ ശംഖും മറ്റൊന്നിൽ സുദർശനവും മൂന്നാമത്തേതിൽ വില്ലും ഇനിയുള്ളതിൽ ഒരു മാലയും കാണാനാവും. ഈ വിഗ്രഹത്തിന് ശൈവ ചൈതന്യവുമുണ്ട് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ വിഗ്രഹത്തിൻ്റെ ഒരു കൈയിൽ കാണപ്പെടുന്ന മാല ബ്രഹ്മചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ആ അർത്ഥത്തിൽ ത്രിമൂർത്തി ഭാവത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് തൃപ്രയാർ തേവര്. തൃപ്രയാർ അപ്പൻ്റെ വിഗ്രഹത്തിന് കാലപ്പഴക്കം കൊണ്ട് പല കോട്ടങ്ങളും തട്ടിയിരുന്നതിനാൽ പുനഃപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ തേവർക്കതിഷ്ടമല്ല എന്ന് പ്രശ്നവശാൽ കാണുകയുണ്ടായി. അതിനാൽ പഞ്ചലോഹത്തിൽ തീർത്തൊരാവരണം പഴയ വിഗ്രഹത്തിന് ചാർത്തുകയാണ് ചെയ്തത്. ഉപദേവതമാരായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ഗോശാല കൃഷ്ണൻ എന്നിവരും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. ധാരാളം മരപ്പണികളും കൊത്തുപണികളുമുള്ള ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ചുറ്റും രാമായണ കഥയിലെ പല സന്ദർഭങ്ങളും കലാകാരന്മാരാൽ ജീവൻ തുടിക്കുന്ന രീതിയിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടത് ദർശിക്കാവുന്നതാണ്. ദക്ഷിണാമൂർത്തിക്ക് മുൻപിലുള്ള കെടാവിളക്കും ക്ഷേത്രത്തിന് മുൻപിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന തൃപ്രയാറും ഇവിടുത്തെ മറ്റു സവിശേഷതയാണ്. പ്രധാന വഴിപാട് ചാത്തൻ ഭണ്ഡാരം. എല്ലാവിധ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായാണ് ഈ വഴിപാട് നടത്തുന്നത്. കതിനവെടി. സീതാന്വേഷണത്തിന് ശേഷമുള്ള ഹനുമാന്റെ വരവിൻ്റെ ആഘോഷത്തെ അനുസ്മരിക്കാനാണ് കതിനവെടി വഴിപാട്. ഈ വഴിപാട് തടസ്സങ്ങൾ മാറ്റാൻ സഹായകമാവും എന്നാണ് വിശ്വാസം. മീനൂട്ട്. മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നത് വഴി തേവരെ പ്രീതിപ്പെടുത്താനാകും എന്നുമാണ് വിശ്വാസം. ആസ്മ രോഗികൾക്ക് ഈ വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണ് എന്നും പറയപ്പെടുന്നു. ഇതിന് പുറമെ പാൽപ്പായസവും ചന്ദനം ചാർത്തും മറ്റർച്ചനകളും വഴിപാടായി നടത്താറുണ്ട്.